പാലത്തായി കേസിൽ SDPIക്കും മുസ്ലിം ലീഗിനുമെതിരെ CPM കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം P. ഹരീന്ദ്രൻ പ്രതി ഹിന്ദു ആയതുകൊണ്ടാണ് മുസ്ലിം ലീഗും SDPIയും പ്രശ്നത്തിൽ ഇടപെട്ടത്. ഉസ്താദുമാർ കുട്ടികളെ പീഡിപ്പിക്കുന്ന സംഭവങ്ങളിൽ ലീഗോ SDPIയോ ഇടപെടാറുണ്ടോ എന്നും ഹരീന്ദ്രന്റെ ചോദ്യം. ഈ പീഡിപ്പിക്കപ്പെട്ട പെൺകുട്ടികളോടുള്ള സഹതാപമായിരുന്നുവെങ്കിൽ, അതിനുള്ള പിന്തുണയായിരുന്നുവെങ്കിൽ ഈ കേരളത്തിൽ ഉസ്താദുമാർ പീഡിപ്പിച്ച എത്ര പെൺകുട്ടികളുടെ വാർത്ത, ആൺകുട്ടികളുടെ വാർത്ത നമ്മൾ കണ്ടിട്ടുണ്ട്. ഏത് ഉസ്താദ് പീഡിപ്പിച്ച കേസാണ് ഇവിടെ ഇത്രയും വിവാദമായിട്ടുള്ളത്? ആ കേസിൽ എന്ത് സംഭവിച്ചു എന്ന് ഈ നാടായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടോ? ചർച്ച ചെയ്തിട്ടുണ്ടോ? നിങ്ങളുടെ പ്രശ്നം പീഡിപ്പിക്കപ്പെട്ടു എന്നുള്ളതല്ല, പീഡിപ്പിച്ചത് ഹിന്ദുവാണ്, പീഡിപ്പിക്കപ്പെട്ടത് മുസ്ലിം പെൺകുട്ടിയാണ്. ആ ഒരൊറ്റ ചിന്ത മാത്രമാണ് SDPക്കാരുടെ ചിന്ത. അത് കുടുംബായ ചിന്തയാണ്, ലീഗിന്റെ ചിന്തയാണ്, അത് വർഗീയതയാണ്. എന്നാൽ ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാർ അങ്ങനെയല്ല പ്രശ്നങ്ങളെ സമീപിക്കുന്നത്. പീഡിപ്പിക്കപ്പെട്ട കുട്ടികളോടൊപ്പം എല്ലാ കാലത്തും ഉറച്ച നിലപാട് സ്വീകരിച്ച പ്രസ്ഥാനമാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം. അത് പാലത്തായിലെ പെൺകുട്ടികളോടൊപ്പം ഞങ്ങൾ നിന്നിട്ടുണ്ട്, അന്നുമുണ്ട്, ഇന്നുമുണ്ട്, ഇനിയും ഉണ്ടാകും. ഈ പീഡിപ്പിക്കപ്പെട്ട ഫെലിക്സ് കണ്ണൂരിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഫെലിക്സ്, ഈ പാലത്തായി കേസുമായി ബന്ധപ്പെട്ട ഇപ്പോഴും വലിയ രീതിയിലുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. വിമർശനമാകാം, രാഷ്ട്രീയ ആരോപണമാകാം, പക്ഷേ ഇതല്പം കടന്നുപോയില്ലേ? പാലത്തായി പീഡന കേസിൽ കുറ്റക്കാരനെന്ന് ശിക്ഷ വിധിക്കപ്പെട്ട BJP നേതാവ് K. പത്മരാജൻ മായി ബന്ധപ്പെട്ട് വലിയ വിവാദമാണ് ഉണ്ടാകുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ കേസിൽ തുടക്കത്തിൽ CPM ഇടപെട്ടില്ല എന്നൊരു ആരോപണം SDP ലീഗ് അടക്കം ഉയർത്തിയിരുന്നു. അതിന് മറുപടിയായാണ് ഇപ്പോൾ CPMന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി അംഗം P. ഹരീന്ദ്രൻ ഇത്തരത്തിൽ പരാമർശം നടത്തിയത്. അദ്ദേഹം പറയുന്നത് എങ്ങനെയാണ്, ഈ കേസിൽ ഈ മുസ്ലിം ലീഗും SDPയും ഇത്തരത്തിൽ ഇടപെടാൻ കാരണം പ്രതി ഹിന്ദു ആയതുകൊണ്ടാണ്, ഈ പീഡിപ്പിക്കപ്പെട്ട പെൺകുട്ടി മുസ്ലിം ആയതുകൊണ്ടാണ്. എന്നാൽ CPM അങ്ങനെയല്ല. CPM ഈ ഇരയുടെ മതമോ ജാതിയോ ഒന്നും തന്നെ നോക്കാതെ ഇരയ്ക്കൊപ്പം നിൽക്കുന്നു എന്നതാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ ഇവിടെ മുസ്ലിം ലീഗ് അടക്കം രൂക്ഷ വിമർശനം ഇപ്പോൾ ഹരീന്ദ്രനെതിരെ ഉന്നയിച്ച് രംഗത്ത് വന്നിട്ടുണ്ട്. ഹരീന്ദ്രൻ നടത്തിയത് വർഗീയ പരാമർശമാണ്, മുസ്ലിം വിരുദ്ധ പരാമർശമാണ് എന്നതാണ് ലീഗ് അടക്കം ഇപ്പോൾ ഉന്നയിക്കുന്നത്. കടുത്ത പ്രതിഷേധം ലീഗിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നുണ്ട്. ഏതായാലും ഈ ഹരീന്ദ്രന്റെ ഇപ്പോഴത്തെ ഈ വാക്കുകൾ വലിയ വിവാദമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ശരി.